കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഷഹബാസിൻ്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ ആവശ്യപ്പെട്ടു. കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന തൻ്റെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞെന്ന് ഇക്ബാൽ 24നോട് പറഞ്ഞു. പ്രതികളായ 5 വിദ്യാർത്ഥികൾ ഇന്ന് SSLC പരീക്ഷ എഴുതുകയാണ്. പരീക്ഷാ കേന്ദ്രം മാറ്റി പ്രതികൾ പരീക്ഷ എഴുതുന്ന ഇന്ന് വെള്ളിമാടുകുന്ന് ജുവനിൽ ഹോമിലാണ്. ആദ്യം തീരുമാനിച്ചിരുന്ന പള്ളിക്കൂടം മാറ്റിയിട്ടുണ്ട്. ഈ ജുവനിൽ ഹോമിൻ്റെ മുന്നിൽ ഇന്ന് KSUവിൻ്റെ പ്രതിഷേധമുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്ന വെള്ളിമാട് കുന്നുന്ന ദീപക് തർമ്മടം നമുക്കൊപ്പം ചേരുകയാണ്. അതുപോലെ താമരശ്ശേരി സമീർ സി മുഹമ്മദും ചേരും. ആദ്യം ദീപകിലേക്ക്. ഗുഡ് മോർണിംഗ് ദീപക്. എന്തൊക്കെയാണ് ഇന്നും പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും പരീക്ഷാ കേന്ദ്രം മാറ്റിയത് തെല്ലൊരാശ്വാസമായി. പ്രത്യേകിച്ചും റെഗുലർ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ സ്വതന്ത്രമായി പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടായല്ലോ. അത്രയും നല്ല കാര്യം. പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് നടത്തിയ ഒരു ഇടപെടലാണ്. ആ ഇടപെടൽ കാരണം പരീക്ഷാ കേന്ദ്രം മാറ്റി. അതായത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികൾ അവിടെ പരീക്ഷ എഴുതുന്നതിന് പകരം അവരുടെ സെൻറ്റർ മാറ്റി, അതായത് വെള്ളിമാട് കുന്നിലെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റി, NGO ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റിയത്. അത്തരം ഒരു ഘട്ടത്തിലാണ് KSU വീണ്ടും പ്രതിഷേധവുമായി എത്തിയത്. കാലത്ത് തന്നെ അവരുടെ പ്രതിഷേധം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളിമാട് കുന്നിലെ ജുനൈൽ ജസ്റ്റിസ് ഹോമിൻ്റെ പ്രധാന കവാടത്തിലായിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണം പോലീസ് ഒരുക്കിയതുകൊണ്ട് അവർക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 8 KSU പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പക്ഷേ തുടർന്നും പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് വിദ്യാർത്ഥി സംഘടനകൾ പലതും നൽകുന്നത്. KSUവിൻ്റെ മാത്രമല്ല മറ്റ് സംഘടനകളുടെയും പ്രതിഷേധം ഈ ഭാഗത്തേക്ക് ഉണ്ടായേക്കാം. ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതരുത് എന്നുള്ളതാണ് ഈ ഷഹബാസിൻ്റെ അച്ഛൻ പറഞ്ഞത്. ആ ഒരു അഭ്യർത്ഥനയെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ എത്തുന്നത്. ഈ ഘട്ടത്തിൽ ACP ഉമേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണം? പരീക്ഷ എഴുതികൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ നിയമം പാലിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. SKN കൂടുതൽ പ്രതികരണത്തിന് ACP തയ്യാറായിട്ടില്ല. പക്ഷേ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്, നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഏതായാലും കനത്ത സുരക്ഷാ ക്രമീകരണം ARൽ നിന്നും കൂടുതൽ പോലീസ്, അതുപോലെ ലോക്കലിലെ പോലീസുകാരുമായി വലിയ സുരക്ഷാ സംവിധാനം ഇവിടെ ജുനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ കൊണ്ടുപോകുന്ന കേന്ദ്രത്തിലേക്കും സുരക്ഷ ഒരുക്കും. ഇതിനിടയിൽ റൂറൽ SP KE ബൈജു വീണ്ടും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പരീക്ഷ ഇവിടെ തന്നെ, ഇതിനകത്ത് തന്നെ, ജുനൈൽ ജസ്റ്റിസ് ഹോമിനകത്ത് തന്നെ നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം SKN, ഇതിൽ കൂടുതൽ പ്രതികളെ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ 5 വിദ്യാർത്ഥികൾ മാത്രമാണ് പ്രതികൾ, ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവർ. പക്ഷേ എന്നാൽ ഇന്നലെ ആയുധങ്ങൾ കണ്ടെത്തി, ആ നെഞ്ചക്കുൾപ്പെടെ കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികളെ ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് അതിൻ്റെ ആലോചനകളും അതിൻ്റെ തെളിവെടുപ്പുകളും മറ്റുമായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. SKN. താങ്ക് യു. ദീപക് തർമ്മടമാണ് വെള്ളിമാട് കുന്നിൽ നമുക്കൊപ്പം ചേർന്നത്.